ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉഴുന്നുവടയും ചമ്മന്തിയുമാണ്. ഉഴുന്നുവട തയ്യാറാക്കാൻ വേണ്ടി 250 ഗ്രാം ഉഴുന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇത് വെള്ളം ഒഴിച്ച് 3 മണിക്കൂർ കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റിവെക്കാം. ഉഴുന്ന് കുതിർന്ന് കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്നിൽ നമ്മൾ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി അരയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞെടുത്ത കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ റവ. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. റവ ചേർക്കുന്നത് കൊണ്ട് വട നമുക്ക് നല്ലതുപോലെ മൊരിഞ്ഞു കിട്ടും. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് 3 മണിക്കൂർ കൂടി മാവ് പുളിക്കാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, വട തയ്യാറാക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് മാറ്റിവെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞ് വട തയ്യാറാക്കാം. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വടയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കൈ രണ്ടും ഒന്ന് നനച്ചെടുക്കണം. എന്നിട്ട് മാവിൽ നിന്ന് കുറച്ച് നമുക്ക് എടുക്കാം. നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്ത് വടയുടെ ഷേപ്പാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആകുമ്പോഴേക്കും വടയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വട വേവിച്ചെടുക്കാം. ഇപ്പോൾ വട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കി വട കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വടയെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വടയുടെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ചമ്മന്തിക്ക് വേണ്ട ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1/4 തേങ്ങ ചിരണ്ടിയത്, 2 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, ഉപ്പ്, പിന്നെ വെള്ളം. ഇനി നമുക്ക് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിരിക്കുന്ന ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചമ്മന്തി ഒന്ന് കടുക് പൊട്ടിച്ച് നമുക്ക് എടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി മുറിച്ച 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.